ശബരിമല പോലൊരു സ്ഥലത്തൊക്കെ ആളുകളൊരു വളരെ ദൈവികമായിട്ട് കാണുന്ന, വളരെ പുണ്യമായി കാണുന്ന, ശ്രേഷ്ഠമായ ഒരു സ്ഥലമായിട്ട് അവിടെ കാണുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടേക്ക് പോവാന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ എന്തായിരിക്കും? ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക്, ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ഭക്ത എന്നുള്ള നിലയ്ക്ക് അവിടേക്ക് പോകുമ്പോൾ അവർ കാണുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അവർ കാണുന്നവരുടെ ജീവിതത്തിലെ അവരുടെ പ്രയാസങ്ങൾ പറയാനും കരയാനും പ്രാർത്ഥിക്കാനും നന്മയുണ്ടാവാനും മക്കൾക്ക് വേണ്ടി, അച്ഛനമ്മമാർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, നാടിനും കൂട്ടുകാർക്കും അവനവന്റെ പ്രയാസങ്ങൾക്കെല്ലാം ആശ്വാസം കണ്ടെത്താൻ വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ, വിശ്വാസികൾ, അവരവിടെ ചെന്നിട്ട് ഈ പറയുന്ന കല്ലും മുള്ളും ഒക്കെ ചവിട്ടി എന്ന് പറയുന്ന പോലെ കാനന പാത താണ്ടി അവർ 18ാം പടി ചവിട്ടിയിട്ട് ശ്രീകോവിൽ തുറക്കും. അതിന്റെ മുമ്പിൽ നിറയുന്ന കണ്ണുകളോടെ, തൊഴുതു നിൽക്കുന്ന കൈകളുമായിട്ട് പ്രാർത്ഥിച്ച് ഒരാത്മസംതൃപ്തിയോടെ, ഒരു ആത്മനിർവൃതിയോടെയാണ് അവർ തിരിഞ്ഞു വരുന്നത്. ഈ റോഡ് സൈഡിൽ ഇങ്ങനെ നോക്കി കാണാം. അപ്പൊ തന്നെ ഒരു സ്വാമിനെ കറുത്തും അപ്പനെ മുണ്ടെടുത്തിട്ട് മലയ്ക്ക് പോകാൻ സ്വാമിമാരെ ഇവിടെ കാണാൻ പറ്റും. ഞാൻ അമ്പലങ്ങളിൽ നിന്ന് ഇപ്പോൾ കാവലമ്പാറ പോയപ്പോൾ അതിന്റെ മുമ്പിൽ കുറേ അമ്മമാർ നിൽക്കുകയാണ്. അവർ കറുത്ത വസ്ത്രം അണിഞ്ഞ് മാലയണിഞ്ഞ് സന്തോഷത്തോടെ വന്നിരുന്ന് കാവലമ്പാറ തൊട്ടിൽ പാലത്ത് ഞാൻ ചെന്നപ്പോൾ ചേർത്ത് പിടിച്ച് നമ്മളെ ഒക്കെ നന്നായി വരും, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വെച്ചിട്ട് തലയിൽ കൈയൊക്കെ വെച്ച് അനുഗ്രഹിച്ച് അങ്ങനെ